കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളുമായി അല്പസമയം ദൈവവചനം പങ്കുവെക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള ദൈവവചനം സങ്കീർത്തന പുസ്തകങ്ങൾ 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ തിരുവചനമാണ്. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. ദാവീദ് രാജാവിൻ്റെ ജീവചരിത്രം നാം പരിശോധിച്ചാൽ ജീവിതത്തിലെ എത്രയോ പ്രതിസന്ധികളിലൂടെ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ജീവിതത്തിൻ്റെ വളരെ പരിപരുത്ത മേഖലകളിലൂടെ പ്രതിസന്ധികളിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. ഒരിക്കൽ അബ്ശാലോം ദാവീദിനെ സിംഹാസനത്തിൽ നിന്നും മാറ്റി തൽസ്ഥാനത്ത് സിംഹാസനത്തിൽ കയറി രാജാവാകാൻ താൻ ഭാവിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം. ദാവീദ് രാജാവ് അബ്ശാലോമിൻ്റെ കൂട്ടുകെട്ടുകൾ അറിഞ്ഞ് താൻ രാജ്യത്തിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു ഓട്ടത്തെക്കുറിച്ച് 2 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായമാണ് 3-ാം സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം എന്ന് നാം ദൈവവചനം പഠിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. ഒരിക്കൽ അബ്ശാലോം ദാവീദിനെ പിന്തുടരുമ്പോൾ ദാവീദ് സിംഹാസനത്തിൽ നിന്നും ഇറങ്ങി ഓടുന്ന ഒരു ഓട്ടമുണ്ട്. കിദ്രോൻ തോട് കടന്ന് ഒരു മലയുടെ കയറ്റം കയറി പോകുന്ന ഒരു സാഹചര്യം. താനങ്ങനെ ആ രാജ്യം വിട്ട് ഓടുന്ന ഓടൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പാലായനത്തിങ്കൽ ആളുകൾ തന്നെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്കാണ്, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് പലരും പറയുന്നു. നോക്കൂ, തൻ്റെ ആ മായപ്പൻ തനിക്കെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ തൻ്റെ ഉദരത്തിൽ നിന്ന് പിറന്ന തൻ്റെ മകനായ അബ്ശാലോം തനിക്കെതിരെ നിൽക്കുമ്പോൾ ജീവിതത്തിൻ്റെ ആ പ്രതിസന്ധിയുടെ വേളയിൽ ആളുകൾ പറയുകയാണ്, ദൈവത്തിങ്കൽ നിന്ന് പോലും രക്ഷയില്ല. പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, ഈ വചനം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവമായിരിക്കാം ഇത്. പലരും പറയുന്നു, 1-2 പേരല്ല, പലരും അവിടെ നിന്നും ഇവിടെ നിന്നും പറയുന്നവന് രക്ഷയില്ല. വാക്കുകൾ തളർത്തുമ്പോൾ വാക്കുകൾ നമ്മെ തളർത്താറുണ്ട്. അത് ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിൽ നിന്ന് പോലും ആളുകൾ നമുക്കെതിരെ പറയുമ്പോൾ നാം തളർന്നു പോകാറുണ്ട്. ബന്ധുക്കൾ, മിത്രാദികൾ, നാം സ്നേഹിതരെന്ന് പലപ്പോഴും അഭിമാനിക്കുന്ന ആളുകൾ പോലും നമ്മുടെ പ്രതിസന്ധികളുടെ വേളകളിൽ നമുക്കെതിരെ സംസാരിക്കാറുണ്ട്. വാക്കുകൾ നമ്മെ തളർത്തുമ്പോൾ വ്യത്യസ്ത തരത്തിലാണ് ആളുകൾ നമ്മെ തളർത്തുന്നത്. പ്രത്യേകിച്ച് വാക്കുകളിലൂടെ നമ്മെ തളർത്താറുണ്ട്. വാക്കുകൾ നമ്മെ തളർത്തുന്ന 37-ാം സങ്കീർത്തനം അതിൻ്റെ 39-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. വചനത്തിൽ നിന്ന് വായിക്കുന്നത്, നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു. പ്രിയപ്പെട്ടവരെ, ആളുകൾ വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ തളർത്താറുണ്ടോ? നിങ്ങൾ ക്ഷീണിക്കാറുണ്ടോ? നിരാശപ്പെടാറുണ്ടോ? നിരാശപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വചനമെടുത്ത് ഇങ്ങനെ നിങ്ങൾ പറയണം, നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു. ആളുകൾ പലരും പറയുന്നു, രക്ഷയില്ല, ദൈവത്തിങ്കൽ നിന്ന് പോലും രക്ഷയില്ല എന്ന് പറയുമ്പോൾ വെടുത്ത് ഉദ്ധരിച്ച് ധൈര്യപ്പെടേണ്ട വചനം, ആമേൻ, സങ്കീർത്തനം 37-ന്റെ 39 യെശയ്യാ പ്രവചനം 12-2 ഇങ്ങനെ പറയുന്നു, ഇതാ ദൈവം എൻ്റെ രക്ഷ, ഹോവയായ യാഹ് എൻ്റെ ബലവും ഗീതവുമായിരിക്കൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. ആളുകൾ പലരും പലതും പറയുമ്പോൾ ദൈവ മക്കളായ നമ്മൾ, ദൈവജനം, ആളുകളുടെ വാക്കുകൾ കേട്ട് നിരാശപ്പെടരുത്. നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. മറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം. ഒരുപക്ഷെ ജീവിത സാഹചര്യങ്ങൾ ഇപ്പോൾ അനുകൂലമായിരിക്കണമെന്നില്ല. ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങൾ മോശമായിരിക്കാം. ഇന്നത്തെ ഈ മോശം സാഹചര്യം നോക്കിയായിരിക്കും ആളുകൾ പറയുന്നത് രക്ഷയില്ല എന്ന്. എന്നാൽ പ്രിയരെ, നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൻ്റെ മോശമായ സാഹചര്യത്തെ മാറ്റാൻ ദൈവത്തിന് കഴിയും. വാക്കുകൾ നമ്മളെ തളർത്തുമ്പോൾ, പ്രത്യേകിച്ച് അവർ രോഗസൗഖ്യം വരില്ല. ആളുകൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെ നിരാശപ്പെടുത്തുന്ന, നമ്മെ തളർത്തുന്ന ചില വാക്കുകളുണ്ട്. അവന് രോഗസൗഖ്യം വരില്ല. നാം പ്രാർത്ഥന വിഷയം പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചില പ്രത്യേക പ്രതിസന്ധികൾ, രോഗമെന്നുള്ള കാര്യം നാം പറയുമ്പോൾ ആളുകൾ പറയും, അവന് സൗഖ്യം വരില്ല. വേദപുസ്തകത്തിൽ സങ്കീർത്തനം 41-ന്റെ 8 പറയുന്നു, ഒരു ദുർവ്യാധി അവനെ പിടിച്ചിരിക്കുന്നു, അവൻ കിടപ്പില, എഴുന്നേൽക്കുകയില്ല. നോക്കൂ, ഈ മനുഷ്യൻ ഒരു പ്രാർത്ഥനാ വിഷയം പറയുന്ന സാഹചര്യമായിരിക്കാം. അവിടെയും ആളുകൾ പറയുന്നു, അവനൊരു ദുർവ്യാധിയാണ് പിടിച്ചിരിക്കുന്നത്, അവൻ കിടപ്പില, അവൻ എഴുന്നേൽക്കില്ല.
നിങ്ങളുടെ ജീവിത സാഹചര്യമായിരിക്കാം ഇത്. പലപ്പോഴും നാം നാം ഈ വാക്കുകൾ കേട്ട് തളരാറുണ്ടായിരിക്കും അല്ലേ? എന്നാൽ ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇരമ്യാ പ്രവചനം 33:6 ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ആളുകൾ അതും ഇതും പറയുമ്പോൾ നിരാശപ്പെടരുത്, ഭവനത്തിനകത്ത് തന്നെ ഇരിക്കരുത്. ദൈവത്തിന്റെ വചനമെടുക്കുക. 33-ാമത്തെ അധ്യായമാണ് ഇരമ്യാ പ്രവചനം. അതിന്റെ 6 പറയുന്നത്, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തുന്നു. നിങ്ങളുടെ രോഗം നോക്കി, നിങ്ങളുടെ പ്രതിസന്ധികൾ നോക്കി അവൻ എഴുന്നേൽക്കുകയില്ല, രോഗശാന്തി അവന് വരില്ല, ദുർവ്യാധി പിടിച്ചിരിക്കുന്നു എന്ന് ആളുകൾ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നതാണ്, അവിടുന്ന് രോഗശാന്തി വരുത്തുന്ന ദൈവമാണ്, അവിടുന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. ആളുകളുടെ വിധി അല്ല നിറവേറുന്നത്, മറിച്ച് നമ്മെക്കുറിച്ച് ദൈവത്തിന് പദ്ധതികളുണ്ട്. ജീവിതത്തിലെ വരുന്ന ഇത്തരത്തിലുള്ള വാക്കുകൾ ശ്രദ്ധിക്കാതെ രോഗസൗഖ്യം തരുന്ന യേശുവിൽ മാത്രം നോക്കുക. വെളിപ്പാട് പുസ്തകം 1-ാം-അധ്യായം ഇങ്ങനെയാണ് ബൈബിൾ പറയുന്നത്, ജീവന്റെയും മരണത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. അപ്പോൾ നമ്മുടെ ജീവന്റെ താക്കോൽ ഉള്ളത് യേശുവിൻ്റെ കയ്യിലാണ്, നമ്മുടെ മരണത്തിന്റെ താക്കോൽ ഉള്ളത് യേശുവിൻ്റെ കയ്യിലാണ്. ആളുകൾ നമ്മളെ തളർത്തുമ്പോൾ തളരരുത്, പതറരുത്, ഉറച്ചു നിൽക്കുക. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.